തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. അങ്ങനെ ഒരു വിവാഹത്തിൽ ഏർപ്പെടുന്നവർ അവർ പരസ്പരം മനസ്സിലാക്കിയേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു. എന്തായാലും ഞങ്ങൾ 2-3 മാസം കൂടെ ഉണ്ടാവും. അതിനിടയിൽ രഞ്ജിത്തും വേദയും പരസ്പരം മനസ്സിലാക്കട്ടെ. എന്നിട്ടും അവർക്ക് പരസ്പരം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിവാഹം നടത്തൂ. എന്താ തന്റെ അഭിപ്രായം? താങ്ക്സ് അങ്കിൾ. അല്ല, അത്രയെങ്കിലും അങ്കിൾ മനസ്സിലാക്കിയല്ലോ. ആ ബോധം ഇവിടെ ചിലർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത്. താങ്ക് യു അങ്കിൾ. പിന്നെ ഞങ്ങളുടെ വരവുകൊണ്ട് നിങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് കാരണം നിങ്ങളൊന്നും അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാ. എന്തായാലും അങ്കിൾ കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ. ചിലതൊക്കെ അങ്കിളിന് നേരിട്ട് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെടാനും മാത്രം ഇവിടെ ഒന്നുമില്ല. ഓരോ ആളുകൾക്കും അവരവരുടെ സ്റ്റാൻഡേർഡ് ബലിയഴിക്കാൻ പറ്റില്ലല്ലോ. ആർക്കു വേണ്ടിയും. ഈ സ്റ്റാൻഡേർഡ് എന്ന വാക്കിന്റെ അർത്ഥം പലർക്കും പലതാ. പണവും ആഡംബരവുമാണ് സ്റ്റാൻഡേർഡ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതല്ല, ആത്മാഭിമാനമാണെന്ന് വിശ്വസിക്കുന്ന വേറൊരു വിഭാഗമുണ്ട്. അയ്യോ സോറി, നിങ്ങൾ ഓരോരുത്തരും അതിൽ ഏത് വിഭാഗത്തിൽപ്പെടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ ചിന്ത അനുസരിച്ചല്ലേ നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്താൻ ശ്രമിക്കേണ്ടത്. എടുത്ത് കുടിക്കേ. ഉറക്കം വരാതിരിക്കാനെങ്കിലും ഉപകരിക്കും. സത്യം പറഞ്ഞാലേ ഇത് കുറച്ച് കഷ്ടമൊക്കെ എങ്ങനെ. പത്മയുടെ വീട്ടിലെ ആളനക്കം നോക്കി നീ നിന്റെ ജീവിതം ഇങ്ങനെ കളയുക എന്ന് വെച്ചാ ഇതൊരു കെണിയല്ലേ ഏട്ടാ. കെണി വെച്ച് നമ്മളിങ്ങ് പോന്നു. ഇനി ഇര വന്ന് കുടുങ്ങിയേ പറ്റൂ. ഇനി യാതൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും എനിക്കെന്റെ പത്മേട്ടത്തെയും കുടുംബത്തെയും ലൈവായിട്ട് കാണാലോ. ഈ കുടുംബത്ത് ആരുമില്ലേ? വേലക്കാരനെങ്കിൽ വേലക്കാരൻ, കാണാൻ ആരെങ്കിലും ആയല്ലോ. രാജു, ഓ നന്ദിനി എവിടെ? അകത്തുണ്ട് മേഡം. നന്ദിനി, നന്ദിനി മോളെ വിളിക്കുന്നു. എന്താ മാഡം? ഫുഡ് റെഡിയായില്ലേ? കൊറേയൊക്കെ റെഡിയായി, കുറച്ച് സമയം കൂടി എടുക്കും. നിനക്ക് എന്തായിരുന്നു ഇവിടെ ജോലി? ഭക്ഷണം കഴിക്കാൻ ആളുകളുണ്ടെങ്കിൽ കൃത്യസമയത്ത് അത് കൊടുക്കണമെന്ന് അറിഞ്ഞൂടെ? വിഭവങ്ങൾ കൂടുതലുണ്ട്, വിരുന്നുകാരൊക്കെ ഉള്ളതുകൊണ്ട്.